മഴ തോരും മുമ്പേൽ നമ്മുടെ അലീനയാണെങ്കിൽ ബബിതയോട് സത്യം പറയാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലി ചർച്ചകൾ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയുടെ തനിക്ക് കിട്ടുന്നതിന് മുമ്പുള്ള എല്ലാ ജീവചരിത്രവും സ്റ്റാലിനോട് തുറന്നു പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ ബാലേന്ദ്രൻ ഈ തെളിവുകളൊന്നും പോരല്ലോ എന്ന് പറയുന്നുണ്ട്. തനിക്ക് തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയേ മതിയാവുകയുള്ളൂ. കൂടാതെ തന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമയമെടുക്കും. തീരുമാനമെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തോരം സമയം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എസ് ആയാലും നോ ആയാലും പ്രശ്നം ഒന്നും തന്നെ എനിക്കില്ല എന്ന് പറയുന്നു. കൂടാതെ തന്നെ വൈശയുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ അലീനയാണ് എന്ന് പറയുന്നു. അലീനയെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാണ് വൈജ ഇവിടെ കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും കൊല്ലപ്പള്ളി വീട്ടിൽ പോയി നിൽക്കുന്നത് എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കുന്നതും അലീനയെയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കൂട്ടോ. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വൈശയ്ക്ക് അലീനയോട് ഇത്ര ദേഷ്യവും വൈരാഗ്യവും പകയും വരാനായിട്ട് കാരണമെന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല. അവൾ എന്തിനാണ് അലീനയെ ഇത്ര വെറുക്കുന്നത്, അവളോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് എന്നൊന്നും തനിക്കറിയില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെയിരിക്കെയാണ് ബാലേന്ദ്രൻ്റെ അടുത്ത് സ്റ്റാലിൻ ആവശ്യം പറയുന്നത്, തനിക്ക് തൻ്റെ മകളെ ഒന്ന് കാണണം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാലിനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഇവിടെ അലീനയാണെങ്കിൽ അനാഥ മന്ദിരത്തേക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി നൽകാനായിട്ട് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതേ സമയം ബാലചന്ദ്രനെ വിളിച്ചിട്ടാണ് സ്റ്റാൻലി പറയുന്നത്, അതായത് താൻ വരുന്നുണ്ടെന്നും താൻ അച്ഛനാണെന്ന് ഇപ്പോൾ പറയണ്ട എന്നും കണ്ടു കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാമെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ ഇപ്പോൾ പോകേണ്ട എന്നും നമുക്ക് നാളെ പോകാമെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നു. അങ്ങനെയിരിക്കെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ വരികയാണ് എന്ന് കാണാം. അതിനു മുമ്പ് തന്നെ ബബിതയും കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോളും എക്സാമിന് പോയിരിക്കുകയാണ്. എക്സാമൊക്കെ കഴിഞ്ഞ് അവർ വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ സ്റ്റാലിനെ സ്വീകരിച്ച് സ്റ്റാലിനെ ചായയൊക്കെ കൊടുത്ത് സ്റ്റാലിനോട് സംസാരിക്കുകയാണ് അലീന. അലീനയെ കണ്ടതും സ്റ്റാലിൻ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഇവൾ തൻ്റെ മകൾ തന്നെ എന്ന്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനോട് പറയാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയിരിക്കെ അലീനയെ ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന് സ്റ്റാൻലി ജോസഫ് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അത് കേട്ടതാവും എല്ലാവർക്കും വളരെയധികം സങ്കടമാകുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ബബിതയാണ് ശരിക്കും തകർന്നു പോകുന്നത്. ബബിതയുടെ അടുത്തേക്ക് അലീന ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, മോളെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. നീ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ബാക്കി എല്ലാവരും എൻ്റെ സത്യം തിരിച്ചറിഞ്ഞിട്ടാണ് എന്നെ സ്നേഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ നീ അങ്ങനെയല്ല എന്ന് പറയുന്നു. സത്യോ? എന്ത് സത്യം ചേച്ചി എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ തൻ്റെ രഹസ്യം ബബിതയോട്
പറയുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ ബബിത ഞെട്ടി നിൽക്കുകയാണ് എന്നും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്ക